നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഷർട്ട് ധരിക്കുന്ന സമയത്ത് അതിന്റെ പോക്കറ്റിനെ കുറിച്ച് വെറുതെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതലും ഇടതുവശം ചേർത്തുള്ള പോക്കറ്റുകളാണ് ഷർട്ടിനുള്ളത്. ഷർട്ടിന്റെ പോക്കറ്റുകൾ അങ്ങനെ വെറുതെയല്ല ഇടതുവശത്ത് തയ്ച്ചു വെച്ചിട്ടുള്ളത്. അത് ഫാഷനു വേണ്ടി മാത്രമുള്ളതുമല്ല. ഈ പോക്കറ്റിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഷർട്ടിന് പോക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ആദ്യകാലത്ത് ഷർട്ടുകൾ ഇടാനുള്ള സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ലളിത വസ്ത്രങ്ങളായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വസ്ത്രശൈലികൾ പരിണമിച്ചതോടെയാണ് ഷർട്ടിൽ പോക്കറ്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ദൈനംദിന ഉപയോഗത്തിനായി കൂടുതൽ പ്രചാരത്തിലായ പുരുഷന്മാരുടെ വസ്ത്രമായ ഷർട്ടുകളിൽ പോക്കറ്റുകൾ കൂടുതലായി ഉപയോഗത്തിൽ വരാൻ തുടങ്ങി. മിക്ക പുരുഷന്മാരും വലംകൈയ്യന്മാരായതിനാൽ ഈ ആദ്യകാല പോക്കറ്റുകൾ സാധാരണയായി നെഞ്ചിന്റെ ഇടതുവശത്താണ് തുന്നിച്ചേർത്തിരുന്നത്. പേന, വാച്ച്, തൂവാല തുടങ്ങിയ ചെറിയ വസ്തുക്കൾ സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആദ്യകാല ചെസ്റ്റ് പോക്കറ്റ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഷർട്ട് പോക്കറ്റുകളുടെ ഡിസൈനുകൾ മാറിമറിഞ്ഞു. ഡിസൈനർമാർ വ്യത്യസ്ത ശൈലികൾ, സ്ഥാനങ്ങൾ എന്നിങ്ങനെ പരീക്ഷണം നടത്തി. 1950-കളിലും 1960-കളിലും ഇരട്ട പോക്കറ്റുകൾ പ്രത്യേകിച്ചും ജനപ്രിയമായി. ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾ കാഷ്വൽ വസ്ത്രരീതികളുടെ ഭാഗമായി മാറി. മറുവശത്ത് അതേ കാലയളവിൽ തന്നെ പോക്കറ്റില്ലാത്ത ഷർട്ട് ഒരു മിനിമലിസ്റ്റ് ട്രെൻഡായി ഉയർന്നുവരികയും ചെയ്തു. മിനുസമാർന്നതും വൃത്തിയുള്ളതുമായ ഡിസൈനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫാഷനിൽ ലാളിത്യത്തിന്റെ പ്രതീകമായി പോക്കറ്റില്ലാത്ത ഷർട്ടുകളും മാറി. 1960-കളിലും 70-കളിലും ഇത് ജനപ്രിയമായിരുന്നു. പിന്നെയും കാലങ്ങൾ പിന്നിട്ടപ്പോൾ വസ്ത്രസങ്കല്പത്തിലും ഫാഷനിലും വന്ന മാറ്റങ്ങൾ ഷർട്ടുകളുടെ പോക്കറ്റിലും പ്രതിഫലിച്ചു തുടങ്ങി.